ഭയങ്കര തലചൊറിച്ചിൽ. എന്ത് ചെയ്തിട്ടും തലചൊറിച്ചിൽ മാറുന്നില്ല. ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ ആദ്യം തലയോട്ടിയിൽ ഇപ്പം പേനൊക്കെ പോകാനുള്ള മരുന്ന് വരും. പേനില്ല, എന്തിലും തലചൊറിച്ചിൽ. വീണ്ടും ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ തലയിൽ നോക്കിയിട്ട് അയ്യോ താരനാണെന്ന് പറഞ്ഞ് താരന്റെ ഷാമ്പൂ തരും, ഇല്ലെങ്കിൽ തലയിൽ ചൊറിച്ചിലിന് തേക്കുന്ന സാധനങ്ങൾ തരും, ചൊറിച്ചിലിന് കഴിക്കാനുള്ള ഗുളിക തരും. ഗുളിക കഴിക്കുമ്പോൾ ചൊറിച്ചിൽ പറയും. വീണ്ടും അത് കഴിയുമ്പോൾ വീണ്ടും ഭയങ്കര തലചൊറിച്ചിൽ. ജോലിക്ക് പോകുമ്പോഴോ ഓഫീസിൽ ഇരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാം തന്നെ ഈ തലചൊറിച്ചിൽ കാരണം ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ഒരുപക്ഷെ തലയിൽ പ്രത്യേകിച്ച് രോഗങ്ങളില്ലെങ്കിലും തലചൊറിച്ചിൽ വരുന്നതിന്റെ കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന തലയണയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഒരു സിമ്പിൾ മാർഗം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ തരത്തിൽ രോഗങ്ങളില്ലാത്ത തലചൊറിച്ചിലുണ്ടെങ്കിൽ അത് മാറാൻ ഞാൻ ഈ പറയുന്ന കാര്യം ഉപകരിക്കും. നല്ല വെയിലുള്ള ദിവസം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന തലയണ എടുത്ത് വെയിലത്ത് കൊണ്ടിടുക. മഴവെള്ളം നനയരുത്, പൊടി അതിനകത്ത് കൂടുതലും കയറരുത്. നന്നായിട്ട് വെയിൽ കൊള്ളിക്കുക. വെയിൽ കൊള്ളിച്ചാലുള്ള ഗുണം എന്തെന്നറിയാമോ? ഈ സൂര്യപ്രകാശത്തിലുള്ള അൾട്രാ വയലറ്റ് റേസ് ഈ തലയണയുടെ പുറത്തുള്ള പലവിധ രോഗാണുക്കളെ, പ്രത്യേകിച്ച് അതിനകത്തുള്ള എപ്പിത്തൽ ഡെബ്രിസിനകത്ത് വളരുന്ന ഡസ്റ്റ് മൈറ്റ്സ് ഉണ്ട്, കൂടാതെ ഫംഗസുകളുണ്ട്, ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകളും ഫംഗസും ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ തലയണയിൽ തല വയ്ക്കുന്ന സമയത്ത് തലയോട്ടിയിലേക്ക് കയറും, നമുക്ക് ഭയങ്കര ഇറിറ്റേഷനും ചൊറിച്ചിലും ഉണ്ടാക്കിയെന്ന് വരാം. ഒരു തവണ ഇത് തലയോട്ടിയിൽ ചൊറിച്ചിൽ ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ചെറിയ അലർജിക് റിയാക്ഷൻ ഉണ്ടാകുകയും എപ്പോഴൊക്കെ ഇവിടെ സാന്നിധ്യം ഉണ്ടാകുമോ തല ഭയങ്കരമായിട്ട് ചൊറിയാൻ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും തലയണയെടുത്ത് വെയിലത്ത് ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും തിരിച്ചു മറിച്ചു വിടുക. ഈ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് റേസിൽ ഇവ കംപ്ലീറ്റ് അങ്ങ് നശിച്ചു പോകും. ബാക്ടീരിയയും ഫംഗസും ഈ ഡസ്റ്റ് തിന്ന് ജീവിക്കുന്ന ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയുന്ന ജീവികളും നശിച്ചു പോകും. ചൊറിച്ചിലും മിക്കവാറും അതിനകത്ത് തന്നെ മാറും. ഇത് എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം വീട്ടമ്മമാർ ഉൾപ്പെടെ TV കാണുന്ന സമയത്ത് പോലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഒരുപാട് പേർക്കുണ്ട്. ഇത് ഉപകാരപ്പെടും. എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കും.